എല്ലാ പ്രേക്ഷകർക്കും ജനത്തിനൊപ്പം ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. കൊച്ചിയുടെ ചരിത്ര പ്രാധാന്യമറിയിക്കുന്ന മട്ടാഞ്ചേരി ഹാർബർ പാലത്തെക്കുറിച്ച് ചെയ്യുന്ന 4ാമത്തെ വീഡിയോയാണിത്. ഈ അടുത്ത കാലത്ത് ഹാർബർ പാലം നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ഈ പ്രവർത്തനങ്ങൾ അതൊക്കെ പ്രാരംഭം കുറിച്ചപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ഞാനൊരു പരാതി നൽകിയിരുന്നു. അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മളിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. റോഡിൻ്റെ ടാറിങ് എല്ലാം കളഞ്ഞു കഴിഞ്ഞ് വീണ്ടും ടാർ ചെയ്യാനുള്ളതിന് മുമ്പ് പാലത്തിൻ്റെ ഇരുവശവും ആലുകൾ വളർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ആ ആലിൻ്റെ വേരുകൾ റോഡിലേക്ക് ഇറങ്ങി റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് നാശമായി കിടക്കുകയായിരുന്നു. ആ വിവരങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് പരാതി നൽകിയത്. അത് ആലിൻ്റെ വേരുകൾ നീക്കം ചെയ്യാണ്ട് ഈ റോഡ് ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിലനിൽക്കില്ലെന്നും സർക്കാർ ഫണ്ട് ദുർവിനിയോഗം ചെയ്യപ്പെടുമെന്നും നമ്മൾ പരാതിയിൽ കാണിച്ചിരുന്നു. പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാതെ തന്നെ ടാറിങ് കഴിഞ്ഞു. ഇപ്പോൾ ഇന്ന് ഞായറാഴ്ച 11/5/2025 നമ്മൾ പാലത്തെ ചെന്ന് എടുത്ത വീഡിയോയാണ് ഈ കാണുന്നത്. ആലിൻ്റെ ശിഖരങ്ങളും കൊമ്പുകളും ഒക്കെ വെട്ടിമാറ്റി എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ അത് വളർന്നു നിൽക്കുന്നുണ്ട്. ഇനി എക്സിക്യൂട്ടീവ് ചീഫ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്നൊരു മറുപടി കിട്ടി. അതിൽ പറയുന്നത് പാലത്തിൻ്റെ കെർബ് പൊളിച്ച് മാറ്റിയിട്ട് വേണം മരത്തിൻ്റെ കടഭാഗവും വേരുമൊക്കെ പൂർണ്ണമായിട്ട് ഇനി നീക്കം ചെയ്യാനായിട്ട്. അപ്പോൾ അത് കെർബ് മെയിൻ്റനൻസ് പ്രവർത്തികളെ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എഞ്ചിനീയർ പറയുന്നത്. (2025-26) വർഷത്തെ കേരള ബജറ്റിൽ വോളിയം നമ്പർ 2, പേജ് നമ്പർ 1327, സീരിയൽ നമ്പർ 87 മട്ടാഞ്ചേരി ഹാർബർ പാലം റീഹാബിലിറ്റേഷൻ എന്ന പ്രവൃത്തിക്ക് 200 ലക്ഷം രൂപയ്ക്ക് 40 ലക്ഷം അനുവദിച്ചിട്ടുണ്ട്. ഈ വർക്കിൽ കെർബ് മെയിൻ്റനൻസ് പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി ആൽമരങ്ങളുടെ വേരുകൾ പൂർണ്ണമായും നീക്കം ചെയ്യാൻ വേണ്ട ഐറ്റംസ് ചേർത്തിട്ടുള്ളതാകുന്നു. ഇതാണ് നമുക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ നിന്ന് കിട്ടിയിട്ടുള്ള മറുപടി. ഈ പണികളൊക്കെ പാലം പണിയുന്നതിന് മുമ്പ് തന്നെ ചെയ്യണമായിരുന്നു, ടാറിങ്ങിന് മുമ്പ് ചെയ്യണമായിരുന്നു. ഇപ്പോഴത്തെ ഭാഗത്ത് പാലം റോഡും തമ്മിൽ ചേരുന്ന ഒരു ഭാഗത്ത് വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. ആലോചന ഇല്ലാത്ത പ്രവൃത്തി മൂലം ആണിത് സംഭവിച്ചിട്ടുള്ളത്. ഇതാ നിങ്ങൾ കാണൂ, റോഡിലുണ്ടായിട്ടുള്ള വിള്ളൽ. ആളുകളൊക്കെ ഇപ്പോഴും അന്താളിച്ച് പാലത്തിൽ നിൽക്കുന്നുണ്ട്. സത്യം പറഞ്ഞ സർക്കാർ ഫണ്ട് ദുർവിനിയോഗം ചെയ്തിരിക്കുകയാണ്. ഇത് പൊതുമരാമത്ത് വകുപ്പ് ഇതിനെ ഉത്തരവാദിത്വം പറയേണ്ടി വരും. നമ്മൾ ജീവിക്കുന്ന അഴിമതി നിറഞ്ഞ ലോകത്തെ തിരിച്ചറിയുക.